ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ആ കന്യക നന്നായിട്ട് പഠിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ചില പ്രത്യേകതകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇരുട്ട് മാറ്റിയതാ സുവിശേഷം. കാരണം ഈ സംഭവം രാത്രിയിലാണ് നടക്കുന്നത്. രാത്രി ഒരു തേജസ് അവരെ ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ സുവിശേഷം. നിന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ട് മാറ്റാൻ പര്യാപ്തമായത് ഒന്നേ ഉള്ളൂ, അത് നിർമ്മല സുവിശേഷമാണ്. നിന്റെ കുടുംബത്തിനകത്ത് അന്ധകാരം മാറണമെങ്കിൽ ക്രിയകളോ കർമ്മമോ അവൻ തീർത്ഥയാത്രയോ തീർത്ഥാടനമോ ഒന്നും കൊണ്ട് പരിഹാരം വരത്തില്ല. പരിഹാരം ഒന്നുകൊണ്ടേ ഉള്ളൂ, അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ കുടുംബത്തിൽ പ്രകാശിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറും. ദേശത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ ദിവ്യ വെളിച്ചമാകുന്ന അവൻ ക്രൂശിനെ ഉയർത്ത്, യേശുവിനെ ഉയർത്ത്. ദേശത്ത് വെട്ടവും വെളിച്ചവും ഉണ്ടാകും. അപ്പോൾ സുവിശേഷം ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നതാണ്. എൻ്റെ സബ്ജക്റ്റ് ആ ഭാഗമല്ല, അതുകൊണ്ട് അത് വിസ്തരിക്കുന്നില്ല. അവിടെ ധാരാളം കാര്യം എഴുതിയിട്ടുണ്ട്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരും. സന്തോഷം. മനുഷ്യർക്ക് പലർക്കും സന്തോഷം ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. പിന്നെ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്ന അത് ചിറിക്ക് അസ്ഥയില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് പാസ്റ്റർ വെച്ചാൽ ദൈവത്തിനറിയാം താല്പര്യമില്ലേൽ ഇങ്ങനെ കാണിക്കുമെന്ന്. അതിനാ അസ്ഥി വെക്കാതെ ഇങ്ങോട്ട് വിട്ടത്. മേളിലും താഴെയും ഓരോ നെടുക അസ്ഥിയായിരുന്നേ നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിരിക്കാൻ. അപ്പം ഇത് മാംസമായതുകൊണ്ട് ഏത് മോഡൽ വേണേലും ഓരോരുത്തർക്കും സന്തോഷമില്ല. വെറുതെ ഇങ്ങനെ അങ്ങ് ചിരിക്കുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് ഇപ്പോഴത്തെ ചില ഉപദേശിമാരെ പറഞ്ഞില്ലേ, അടുത്തിരിക്കുന്നവരൊന്ന് ചിരിച്ചേ, അവന് സൂക്കേട് വേറെയാ. നിങ്ങൾ ചില ശ്രദ്ധിച്ച അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് ചിരിച്ചേ. ഇപ്പൊ പിന്നെ അതൊരു ശുശ്രൂഷയാക്കി ചിലരെടുത്തിട്ടുണ്ട്. എന്ത് കിട്ടിയാലും ശുശ്രൂഷയില്ലയോ. നമ്മുടെ ആൾക്കാർക്ക് വലിയ തിട്ടമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നാൽ ഉടനെ അതൊരു ശുശ്രൂഷയാണ്. പറയുന്നത് മോശമാണെന്നില്ല, സന്ദർഭം വന്നതുകൊണ്ട് പറയാം. നമ്മുടെ ഒരു പഴയ സഭയിലെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ പ്രാർത്ഥന നടക്കുക, ഉപവാസ പ്രാർത്ഥന. കമന്ന് കിടന്നാ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും കമന്ന് കിടന്നു. എന്നൊക്കെ അങ്ങനെ മുട്ടയെ കുത്തി കമന്നങ്ങ് കിടക്കും എല്ലാവരും. ഉപദേശി അവിടെ നിന്നോട്ടും കമന്ന് കിടക്കും. അപ്പോൾ ഒരിക്കൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി, ഇച്ചിരി കൃപയൊക്കെ ഉള്ളൊരു സഹോദരിയാണ്. അവര് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും കമന്ന് കിടക്കുക. അപ്പോൾ ഒരു കുശൃതി പയ്യൻ, കൊച്ചനാ, മുട്ടയിൽ എഴഞ്ഞ് നടക്കുക. യവന് അവൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് എഴഞ്ഞ് ഈ കമന്ന് കിടന്ന പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ ഈ ഭാഗത്തായിട്ടൊരു കടി കൊടുത്തു. പല്ല് കിളിച്ചു വരുന്ന കാലമാണ്. അവന് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പല്ല് കുരുകുരുത്തു. ഇവൻ സഹോദരി അറിയുന്നില്ല, ആരും അറിയുന്നില്ല, എല്ലാവരും കമന്ന് കിടക്കുക. യവൻ എഴഞ്ഞ് ചെന്ന് ഒരു കടിച്ചിങ്ങനെ മുറുക്കി. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ഓർക്കാപ്പുറത്ത് കടി കിട്ടിയപ്പോൾ ഇവര് പ്രാർത്ഥനയുടെ നലറി. അപ്പൊ പ്രാർത്ഥിച്ചവരെല്ലാം കൈയടിച്ച് ആത്മാവിലായി. അപ്പം പ്രാർത്ഥനക്കാരോർത്ത് ആ സഹോദരി എന്തോ വെളിപ്പാട് വല്ലതും കണ്ടിട്ട് ശാസിക്കാനായിരിക്കും. എന്ത് കിട്ടിയാലും ഉടനെ ഒരു പുതിയ ശുശ്രൂഷയാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, മനുഷ്യർക്കാർക്ക് സന്തോഷമില്ല. സന്തോഷത്തിന് മനുഷ്യൻ പരക്കം പായുക. എന്നാൽ സന്തോഷം തരാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, സുവിശേഷത്തിന് മാത്രം. ആ സന്തോഷം എങ്ങനെയാണെന്ന് വർണ്ണിപ്പാനും വിവരിപ്പാനും എന്ന് എന്നെ കൊണ്ടൊക്കത്തില്ല. വേണേ നമുക്ക് അറിവുള്ളൊരു വാക്യം ഒന്നിച്ചങ്ങ് പറയാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്യമാ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം എന്റെ ഹൃദയത്തിൽ നീ എനിക്ക് നൽകി. നിന്റെ ഹൃദയത്തിന്റെ നിരാശയും ഭാരവും വേദനയും പ്രയാസം മാറണമെങ്കിൽ അവൻ സുവിശേഷമാകുന്ന സന്തോഷം നിന്റെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. മദ്യപാനം പരിഹാരമല്ല, പുകവലി പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, മറ്റു പാപകൃതികളൊന്നും പരിഹാരമല്ല. പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സുവിശേഷം ജീവിതത്തിന്റെ നിരാശ മാറ്റി സന്തോഷം തരും, ഭയം മാറ്റും.
ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, സുവിശേഷം സത്യവചനമാണ്. ഇത് സത്യവചനമാകാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, ഇത് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാ ഈ സുവിശേഷം. ദൂതനോട് ദൈവം പറഞ്ഞ ആ ദൂതനാ വന്ന് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സത്യവചനമാകുന്ന സുവിശേഷത്തിൽ ആര് വിശ്വസിക്കും, അവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാണ്, അവർക്ക് ഇന്ന് രാത്രി നന്മയാണ്, അവർക്ക് ഇന്ന് രാത്രി ആശീർവാദം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്ന്, സുവിശേഷം സത്യവചനം. ഈ സുവിശേഷം സത്യവചനമാകാൻ രണ്ടാമത്തെ ഒരു കാരണം, ചരിത്രത്തിന്റെ നടുവിൽ ഇന്നും വിരാജിക്കുന്നവനാ നസറയനാകുന്ന യേശു ക്രിസ്തു. അവൻ ചരിത്ര പുരുഷനാണ്. വിവരമുള്ള അറിവുള്ള ആരും അതിനെ കയറി കണ്ണിക്കത്തില്ല. ക്രിസ്തു ജനിച്ചിട്ടില്ലെന്നും വന്നിട്ടില്ലെന്നും ഈ ഭൂമിയിൽ ജനിച്ചയാളല്ലെന്ന് വിവരമുള്ള ഒരു കുഞ്ഞുങ്ങൾ എതിർക്കത്തില്ല. വിവരമുള്ള എല്ലാവർക്കും അറിയാം യേശു ഈ ഭൂമിയിൽ വന്നെന്നും ജനിച്ചെന്നും. ചരിത്രത്തെ തന്നെ നമുക്കറിയാം രണ്ടായിട്ട് തിരിച്ചതും ക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ സുവിശേഷം സത്യവചനമാണ്. ഒന്ന്, ഇത് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട്. രണ്ട്, അവൻ ചരിത്രത്തെ രണ്ടായി പകുത്തുകൊണ്ട് ചരിത്രത്തിൽ ഇന്നും വിരാജിക്കുന്നവനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ സുവിശേഷം സത്യവചനമാണ്. മാത്രമല്ല, സുവിശേഷം സത്യവചനമാകാനുള്ള മൂന്നാമത്തെ കാരണം, അനേക പോരാട്ടങ്ങളുടെ നടുവിൽ ഇന്നും ധൈര്യത്തോടെ മുന്നേറുന്ന ഒന്നേ ഉള്ളൂ സുവിശേഷം. എന്തെല്ലാം പോരാട്ടങ്ങൾ കണ്ടതാ സുവിശേഷം. ഭക്തന്മാരെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ എത്രയോ പേരെ വകവരുത്തി. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാരെ. യോഹന്നാനെ നമുക്കറിയാം തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കൊല്ലാനായിട്ട് പിടിച്ച് അവനെ ബന്ധിച്ചു. അപ്പോസ്തലന്മാരിൽ മിക്ക പേരും ദാരുണമായ അന്ത്യം അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് സുവിശേഷം ഇന്നും അതിന്റെ വെന്നിക്കൊടി പറപ്പിക്കുകയാണ്. ഈ മാർഗത്തെ പറിച്ചു മാറ്റുവാൻ, തൂത്ത് മാറ്റുവാൻ, തുടച്ചു മാറ്റുവാൻ കച്ചകെട്ടി രംഗത്ത് വന്ന മിടുക്കന്മാരൊത്തിരി ഉണ്ടായിരുന്നു. പണ്ഡിത ശിരോമണികൾ ഉണ്ടായിരുന്നു. രാജാക്കന്മാരും രാഷ്ട്രപുങ്കവന്മാരൊക്കെ ധാരാളം രംഗത്ത് വന്നു. ഇതിന് വിരോധമായിട്ട് നിയമം വരെ കൊണ്ടുവന്നു. നിയമം വരെ കൊണ്ടുവന്നു. ഒരുത്തനാണ് ഉറക്കമില്ലാതിരുന്ന നിയമം ഒപ്പിച്ചത്. വചനം പഠിക്കുന്നവർക്കറിയാം. പുള്ളി കഴുകുമരം വരെ ഒരുക്കി. ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, മൊർദെഖായി എന്ന് പറയുന്ന ഭക്തൻ ഹാമാനെ മൈൻഡ് ചെയ്യത്തില്ല. അവനെ ആഗാഗ്യനായതുകൊണ്ടാണ്. അമാല്യക്കന്റെ നേതാവ് ആഗാഗ്യൻ, അവൻ യഹൂദനാണ്. വചനം പഠിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. ഈ മൊർദെഖായി വാടക കിടക്കുക, ഹാമാൻ അകത്തോട്ട് കയറുകയും പോകുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യത്തില്ല. പുള്ളിക്ക് അങ്ങ് വൈരാഗ്യവും സങ്കടവും അരിശവും എല്ലാം മൂത്ത്. അങ്ങനെ അന്ന് ചിന്തിച്ചു ഈ മാർഗക്കാരെ മുഴുവൻ തകർത്ത് കളയാൻ, ഹാമാനെ കൊല്ലുവാൻ, മൊർദെഖായിയെ കൊല്ലുവാൻ കഴുകുമരം വരെ ഒരുക്കി. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ മാർഗത്തെ തകർക്കാൻ, സുവിശേഷത്തെ നശിപ്പിക്കുവാൻ അനേക രംഗത്ത് വന്നിട്ടുണ്ട്. കച്ച കെട്ടി വന്ന്, എന്റെ ഭാഷ പറഞ്ഞ കച്ച അടിഞ്ഞതല്ലാതെ സുവിശേഷത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ എന്റെ ശൈലി പറയാം, പെന്തിക്കോസിനെ തുടച്ചു മാറ്റാൻ രംഗത്ത് വന്ന എത്രയോ മിടുക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ മിടുക്കന്മാര് പോയതല്ലാതെ പെന്തിക്കോസിനൊരു മാറ്റവും വന്നില്ല. സ്തോത്രം, സ്തോത്രം. കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് നീ അവരുടെ പക്ഷം ചേരുകല്ല, അവര് നിന്റെ പക്ഷം ചേരുവന്ന. നമുക്ക് തരുന്ന ധൈര്യം എന്നാന്നറിയാമോ? അവരോടുകൂടി ഉള്ളവനേക്കാൾ വലിയവൻ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അവൻ ധൈര്യത്തോടെ നിന്നോണം. ഈ സുവിശേഷ സത്യവചനമാണ്. ഞങ്ങളുടെ കാവാലത്ത് സുവിശേഷത്താൽ ആദ്യം ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു. അതിൽ ഞങ്ങളുടെ കൈതത്തറയിലെ മാച്ചനച്ചായൻ കുടുംബവും ദൈവകൃപയെ വന്നു. കനാനായ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാ. മാച്ചൻ കുഞ്ഞും തങ്കമ്മാമ്മയും തലമുറകളും. ചിലപ്പോൾ അവരും ഇത് കേൾക്കുന്നുണ്ട്. അതിലേക്ക് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. ക്യാൻസർ വന്ന് അത്യാസന്ന നിലയിലായി. മെഡിക്കൽ കോളേജുകാർ ഉപേക്ഷിച്ചു. ഒരു ചെറിയ അനക്കം ഉള്ളു തൊണ്ടയ്ക്ക്, ഒരു ചെറിയ അനക്കം.
അന്നൊരു ചെറിയ വീട്, ചെറ്റക്കുടില്, എല്ലാം നഷ്ടപ്പെട്ടു. അല്പം വസ്തു ഉണ്ടെങ്കിലും ഗതിയില്ലാതായി. ചെറിയൊരനക്കം. ഞങ്ങളുടെ നാട്ടിലെ അമ്മയുണ്ടായിരുന്നു, സ്തോത്രാമ്മ എന്ന് പറയും. അമ്മ എപ്പോഴും സ്തോത്രം പറയുന്നതുകൊണ്ട് നാട്ടുകാരിട്ട പേരാ സ്തോത്രാമ്മ. സ്തോത്രം പറയുള്ളൂ. നല്ലൊരമ്മയാ. ഞൊണയും കൊതിയും പറഞ്ഞ് നടക്കുന്ന തള്ളയൊന്നുമല്ല. നല്ലൊരമ്മ. ഏത് വീട്ടിലും കയറി അമ്മ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ട്, ആരും ഒന്നും പറയത്തുമില്ല. സ്വഭാവം നല്ലതാ. നാനാജാതി മനസ്തരുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കും. അപ്പൊ ഒരിക്കൽ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മയ്ക്കൊരു പ്രേരണ, കൈതത്തറ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. അമ്മ പോകാനായിട്ട് ഒരുങ്ങി കൈതത്തറ വീടിന് അടുത്ത വീട്ടിൽ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇങ്ങോട്ട് പെന്തിക്കോസുകാരിയല്ലേ, കേറണ്ട, അപ്പുറം എന്ന് പ്രാർത്ഥിച്ചു പോകാൻ. അമ്മ മടുത്തില്ല. അമ്മ അവിടെ നിന്ന് തലയെ തുണിയിട്ട് കരമുയർത്തി സ്തോത്രം ചെയ്തു, ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ അവിടെ കിടക്കുന്ന മാച്ചക്കുഞ്ഞനെ നീ സൗഖ്യമാക്കണമെന്ന്. പിറ്റേ ദിവസം പുള്ളിക്കൊരു വ്യത്യാസം ഉണ്ടായി. അന്നെന്നെ പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ. അമ്മ വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞത് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ വീണ്ടും പ്രാർത്ഥിച്ചപ്പം പുള്ളിക്കൊരു ആശ്വാസം, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം വീണ്ടും വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീണ്ടും ചെന്ന് പ്രാർത്ഥിച്ചപ്പം മാച്ചക്കുഞ്ഞ് എഴുന്നേറ്റിരുന്നു. ചാകാൻ കൊണ്ടുവന്നിട്ടതാ. വീണ്ടും അമ്മ എന്ന് പ്രാർത്ഥിച്ചു. പുള്ളി പൊടിയരിക്കഞ്ഞി കുടിച്ചു. പിന്നെ ചെന്ന് പ്രാർത്ഥിച്ചു. മാച്ചക്കുഞ്ഞ് നടന്നു. ഇത് ഓരോ ദിവസവും സംഭവിച്ചതാ. ഒടുവിൽ അത്ഭുതമായി. കർത്താവിന് മഹത്വം. എന്തിനേറെ അധികം വിവരിക്കുന്നില്ല. നിങ്ങൾ വേണേ പറയാം, അയാൾ കാവാലത്തെ ചരിത്രം പറഞ്ഞു വെച്ച് ഭാരതപ്പുഴയിൽ നിന്ന് പോയെന്ന് പറയും. എങ്കിലും ദൈവനാമം മഹത്വപ്പെടട്ടെ. അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യമായി. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ ശുശ്രൂഷ തീർന്ന് ഞങ്ങളുടെ ഉപദേശമാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുറ്റത്ത് അകത്തിരിക്കാൻ സൗകര്യമല്ലേ, മുറ്റത്ത് പന്തലിട്ട് യോഗം നടത്തി. ആ യോഗം നല്ല യോഗമാണ്. ആ യോഗം കഴിഞ്ഞപ്പോൾ അച്ചായനും കൊച്ചമ്മയും സ്നാനപ്പെടാൻ പോവുക. അപ്പൊ മൂത്ത മകളുണ്ട് സൂസമ്മ, ഇപ്പൊ തിരുവനന്തപുരമുണ്ട്. സൂസമ്മയ്ക്ക് അന്ന് കമ്മലുമൊക്കെ ഉണ്ട്. അപ്പം പാലമുട്ടിൽ പാസ്റ്റർ PJ ഇട്ടി അവറുകളാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ സൂസമ്മ ചെറുപ്പമാ, കണ്ണ് തുറന്നിരിക്കുമ്പോ ഈ ഉപദേശി പച്ചവെള്ളിച്ചെണ്ണ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സൂസമ്മ എല്ലാവരും കണ്ണടച്ചിരിക്കുക. സൂസമ്മ കണ്ണ് തുറന്നപ്പം എണ്ണയുടെ കളറ് മാറുന്നു. കളറ് മാറുന്ന കണ്ടപ്പം ആരും പറഞ്ഞതല്ല, ഇരുന്ന ഇരിപ്പ് കമ്മലൂരി, അല്ലാതെ ഊരടി എന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ അകത്ത് പ്രമേണം വരുമ്പോ തന്നെ ഊരി വന്ന് ഇപ്പൊ പിന്നെ മിടുക്കന്മാർ ഉപദേശന്മാരതെല്ലാം ഊരി സ്വോത്രകാഴ്ച പാത്രത്തിട്ട് അവരെ കൊണ്ടുപോവുക. മിടുക്കന്മാരൊത്തിരി ഉണ്ട്. പാവത്തങ്ങളെല്ലാം ഒരു താണ്ട കിടക്കുന്നെന്ന് പറഞ്ഞു. ഈ ദൈവപ്രവർത്തി കണ്ട് സൂസമ്മ കമ്മൽ ഊരോട്ടെറിഞ്ഞു. കമ്മൽ ഊരി കളയുകയും ആ ഇരിപ്പിലിരുന്ന് അഭിഷേകം പ്രാപിച്ചു. ഇത് സത്യവചനമാണ് ഞാൻ തെളിയിക്കുക. ഒരു സംഭവ ദൃഷ്ടാന്തമാണ്. അഭിഷേകം പ്രാപിച്ചു. മാച്ചക്കുഞ്ഞാനെ തങ്കമ്മാമയെ സ്നാനപ്പെടുത്താൻ പറഞ്ഞതാ. പക്ഷേ അന്നേരം 8 പേരന്ന് സ്നാനപ്പെട്ടു. അങ്ങനെ പെന്തിക്കോസിന് ശക്തിയായി. ഒരു കാര്യം കൂടെ പറയാം. പോരാട്ടങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് ആ സുവിശേഷം എന്ന് പറയാനാ ഒരു ചെറിയ ദൃഷ്ടാന്തം ഞങ്ങളുടെ നാട്ടിൽ നടന്നതാ. നിങ്ങൾ ഇപ്പൊ മൈക്ക് എൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ പറയും. ഇന്നിപ്പോ തരത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഈ മാച്ചനച്ചായി മരിച്ചു. കർത്താവിന് നിദ്ര പ്രാപിച്ചു. അടക്കാൻ സമ്മതിച്ചു. പ്രശ്നമായി. കുടുംബക്കാരും ചാർച്ചക്കാരെല്ലാം ഇളകി. നടത്തുകയെന്ന് പറഞ്ഞു. തിരിച്ച് ഡെഡ് ബോഡി പള്ളിയിൽ കൊണ്ടുവരണം. പെന്തിക്കോസുകാരെ കൊണ്ട് സമ്മതിക്കത്തുമില്ല അടക്കാൻ. പക്ഷേ സൂസമ്മയും തങ്കമ്മാമയൊക്കെ നല്ല കോവൂരെ കുഞ്ഞോളച്ചമ്മ പറയുമ്പോൾ തടിപ്പുറത്തെ വെടി പോലാ നിന്ന്. അവര് പറഞ്ഞ് പള്ളിയിലോട്ട് വരുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാരെ കയറ്റി അടക്കുന്നില്ലെങ്കിൽ അടക്കണ്ട, ഡെഡ് ബോഡി ആയിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരുന്നില്ല. അപ്പൊ ചോദിച്ചു, പിന്നെ എന്നാ ചെയ്യും? ഈ മിറ്റത്തോട്ട് കുടിയെടുത്ത് അപ്പച്ചനെ ഇവിടെ അടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അടക്കിയത്. അച്ചായനെ വീടിനോട് ചേർത്ത് കുഴിയെടുത്ത് അടക്കിയത്. എത്ര പോരാട്ടങ്ങളുടെ നടുവിൽ
അവൻ ധീരതയോടെ നിൽക്കുന്നത് ആ സുവിശേഷം. ഞാൻ എന്റെ അറിവിൽപ്പെട്ടൊരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് 100 കണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. തീരദേശത്ത് ഞാൻ ആ കൃത്യ സ്ഥലം അങ്ങ് വൈപ്പിങ്കരയിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, പാപ്പു അപ്പച്ചന്. അദ്ദേഹത്തിന്റെ ഭാര്യ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലർക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. തന്നെ പ്രശ്നമായി. തന്നെ ഡെഡ് ബോഡി എടുത്ത് തോളലിട്ട് കടപ്പുറത്ത് കൊണ്ടുപോയി തന്നെ മണ്ണ് മാന്തി അടക്കി. പോരാട്ടങ്ങളുടെ നടുവിൽ ജയത്തോടെ മുന്നേറുന്നത് ആ സുവിശേഷം. ഇത് സത്യവചനമാ. ഇന്ന് രാത്രി ചഞ്ചലിക്കരുത്, തളർന്നു പോകരുത്. ഇത് സത്യവചനമാ. ഈ സുവിശേഷത്തെ ഇന്ന് രാത്രി ആരേറ്റെടുക്കും അവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാ. നമ്മുടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ, നരസ്നേഹികള ഉത്തമ സോദരരാക്കും. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ സുവിശേഷത്തിന്റെ 6 വിശേഷത. 1, ഈ സുവിശേഷം സത്യവചനമാണ്. ഇത് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട്. 2, സുവിശേഷത്തിന്റെ വിശേഷത, ഈ സുവിശേഷം സാർവത്രികമാണ്. ആ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങളുടെ അടുക്കലും എത്തി. അവൾ സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത, സുവിശേഷം സാർവത്രികമാണ്. എല്ലായിടത്തും അറിയിക്കേണ്ടത് ആ സുവിശേഷം. ഒറ്റപ്പാലത്ത് മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഭൂലോകത്ത് എല്ലായിടത്തും അറിയിക്കേണ്ടത് ആ സുവിശേഷം. അങ്ങനെയാണല്ലോ കർത്താവും പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്കെല്ലാം മനഃപാഠമാ. എന്നാലും ഒന്ന് വായിച്ചേരും മോളെ, അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. അതുകൊണ്ട് ഈ മണപ്പരപ്പിലും ഇതിന് ചുമതലപ്പെട്ടവർ ഇതിന് മുതിരുന്നത്. എല്ലായിടത്തും അറിയിക്കണം സുവിശേഷം. സുവിശേഷം സാർവത്രികമാണ്. പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും ആരോഗ്യമുള്ളവനും രോഗിയായവനും കുലീന കുടുംബത്തിൽപ്പെട്ടവനും കുലീനത ഇല്ലാത്ത കുടുംബത്തിൽപ്പെട്ടവനും വിദ്യാ നിപുണനും വിദ്യാ വിഹീനനും കറുത്തവനും വെളുത്തവനും കഴിവുള്ളവനും കഴിവില്ലാത്തവനും ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും മിടുക്കനും മിടുക്ക് കുറഞ്ഞവനും എല്ലാവർക്കും ആവശ്യമാ സുവിശേഷം. സുവിശേഷം സാർവത്രികമാ, എല്ലായിടത്തും അറിയിക്കണം. അതുകൊണ്ട് നമ്മള് സുവിശേഷം നമുക്കിഷ്ടമുള്ള ഏരിയയിൽ മാത്രം അറിയിച്ചാൽ പോരാ. സ്തോത്രം. എല്ലായിടത്തും അറിയിച്ചോണം. ചിലര് സുവിശേഷമൊക്കെ അറിയിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇന്ന ഏരിയ ഇപ്പോൾ അത് വേണ്ട, അത് പ്രശ്നമുള്ള ഏരിയ. പിന്നെ നമുക്ക് എവിടെ അറിയിക്കണം? നമുക്ക് കുമ്പനാട് സൈഡിലോട്ട് പോവാം, ഇല്ല മുളക്കട സൈഡിലോട്ട്. അവിടെ പ്രശ്നം, അവിടെ കൂടുതൽ പ്രശ്നം. എല്ലായിടത്തും സുവിശേഷം അറിയിക്കണം. കർത്താവ് അങ്ങനെ പറഞ്ഞ സകല സൃഷ്ടിയോടും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇതേ പരാമർശം വരുന്നുണ്ടെന്ന് വായിച്ചു. ലൂക്കോസ് 24:18. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ
യെരൂശലേമിലെ പരദേശികളിൽ. ഇനി 24, 46, 47 വാക്യം ഒന്ന് വായിച്ചേരി. ലൂക്കോസിന്റെ സുവിശേഷം 24, 46, 47 വാക്യം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും ആ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. കണ്ടോ, സുവിശേഷം സാർവത്രികമാണ്. യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും അവൻ സുവിശേഷം അറിയിക്കണം. ഇന്ന് രാത്രി ആ സുവിശേഷം അറിയിപ്പാൻ ചിലർ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് തിരിച്ചു പോകാമോ? ഇനി സകല സ്ഥലത്തും പോകാനൊത്തില്ലെങ്കിലും അയലത്തുകാരോട് സുവിശേഷം പറ. ചിലര് ആത്മഭാരം കയറി ആന്ധ്രായ്ക്ക് ഓടുക. ആന്ധ്രായ്ക്ക് പോകരുതെന്ന് ഞാൻ പറയത്തില്ല, ദൈവം പറഞ്ഞാൽ പൊക്കോണം. തൊട്ട് സമീപത്ത് പാർക്കുന്നവരോട് മിണ്ടത്തുമില്ല. തൊട്ടപ്പുറേ ആൾക്കാർ താമസിക്കുക, അവരോട് മിണ്ടുകല, മതിലും പൊക്കി കെട്ടി ഗേറ്റ് വിട്ടു. ചെറിയവനോടും വലിയവനോടും പറയണ സുവിശേഷം. എങ്ങനെ പറയാൻ? ചിലര് മതിലേലൊക്കെ വാക്യം എഴുതി വെക്കും. നല്ല വലിയ വീടാ, വീടിന് ഞാനെതിരല്ല. നല്ല വീട് വെച്ചോ, വലിയ വീട് വെച്ചോ, ഞാനെതിരല്ല. വലിയ മതില്, അതും കാശുണ്ടാക്കി വെച്ചു പണിതു. അവൾ ഓരോ കള്ളിക്കകത്ത് ഓരോ വാക്യം, കർത്താവാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കാം എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടാക്കി. തൊട്ടപ്പറ അല്ലല്ല മാനസാന്തരപ്പെടാൻ നിങ്ങളെല്ലാം നശിച്ചു, അങ്ങനെ തന്നെ നശിച്ചു. ഉടനെ അപ്പറേ മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ നല്ല വാക്യം. അപ്പൊ ചുറ്റും വാക്യമാണ്. ഇന്നാളൊരു സ്ഥലത്ത് ചെന്നപ്പോ കിണറ്റങ്കര എഴുതി വെച്ചിരിക്കുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. കിണർ അതുപോലെ വാക്യം കിടക്കുകയല്ലേ. വലിയ വലിയ മിടുക്കന്മാരുടെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചോണം. എല്ലാരും അല്ല, ചിലര് വാടകയിൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനു പുറത്ത് നിൽക്കുന്നു, അകത്തോട്ട് വരിക. നമ്മൾ അകത്തോട്ട് ചെന്നപ്പോൾ ഗേറ്റെ തൂക്കിയിട്ടിരിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക. എടാ കരുതേ, എന്നോട് ചുമതലപ്പെട്ടവർ പറഞ്ഞ സൂക്ഷിച്ച് പ്രസംഗിക്കണം എന്നാ. ചിലപ്പോ ഇതൊക്കെ വരും. എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനു പുറത്ത് നിൽക്കുന്നു, അകത്തോട്ട് വരാൻ. ഗേറ്റിന്റെ അവിടെ ചെന്നപ്പോഴോ പട്ടിയുണ്ട്, എങ്ങനെ അകത്ത് കയറും? ആത്മഭാരം കയറി ആന്ധ്രയ്ക്കും നോർത്ത് ഇന്ത്യക്കൊക്കെ പോകുന്നത് നല്ലതാ. ആത്മഭാരമുള്ളവര് പൊക്കോണം. ആദ്യം അടുത്തുള്ളവനോട് സുവിശേഷം പറ. തൊട്ടപ്പുറം താമസിക്കുന്നവനോട് സംസാരിക്ക്, അവനോട് സുവിശേഷം പറ. അങ്ങനെയല്ലയോ കർത്താവ് പഠിച്ച? ആദ്യം യെരൂശലേമിൽ, പിന്നെ യഹൂദയിൽ, പിന്നെ ശമരിയ, പിന്നെ ഇതാദ്യം ഭൂമിയുടെ അറ്റത്തോട്ടാ ഓടുന്നത്. അതെ, ഞാനധികം വിവരിക്കുന്നില്ല. സുവിശേഷം സാർവത്രികമാണ്. എല്ലാവരോടും അറിയിപ്പാൻ പറ്റിയതാ സുവിശേഷം. എല്ലായിടത്തും ആമൻ സുവിശേഷം അറിയിച്ചിരിക്കണം. എല്ലായിടത്തും അറിയിക്കാൻ പറ്റുന്നതും അറിയിക്കേണ്ടത് ഒന്ന് ആമൻ സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില തീരുമാനമെടുത്തേ തിരിച്ചു പോകാം. എല്ലാ വർഷവും ഭാരതപ്പുഴ കൺവെൻഷന് കൂടി എന്നൊരു സംതൃപ്തിയല്ല. ഈ വർഷം കൂടി, ഈ വരുന്ന വർഷം കർത്താവ് ആയുസ്സും ആരോഗ്യം തന്നാൽ ആമൻ സുവിശേഷം അറിയിപ്പാൻ എന്നെ പ്രാർത്ഥനാക്കണമേ, എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി ദൈവം കൃപ തരും. അപ്പൊ ഒന്ന്, സുവിശേഷം സത്യവചനമാണ്. രണ്ട്, സുവിശേഷം സാർവത്രികമാണ്. സർവ്വലോകത്തിലെ സുവിശേഷം അറിയിക്കണം. മൂന്ന്, ഈ സുവിശേഷം ദൈവകൃപയെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാണ്. സുവിശേഷം